നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അഭിപ്രായങ്ങളും ആശങ്കകളും ഗൗരവത്തോടെ പരിശോധിക്കും. ശക്തമായി തിരിച്ചുവരും പിണറായി. ബിന്ദു കൃഷ്ണയെ ആലിംഗനം ചെയ്യാൻ ശ്രമം. ചെറിയാൻ ഫിലിപ്പിനെതിരെ പരാതി. ഹോർമോസ് തുറന്നേ പറ്റൂ. സ്വന്തം ജനതയ്ക്ക് മുന്നിൽ നാണം കെട്ട് ട്രംപ്. ആടിന്റെ തലയറുത്ത് ആഹ്ലാദ പ്രകടനം. 2 മുസ്ലിം ലീഗുകാർ അറസ്റ്റിൽ. മമത രാജി സമർപ്പിച്ചില്ല. ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ. തണ്ണിമത്തനല്ല, അതിലുണ്ടായിരുന്ന എലിവിഷം. കുടുംബത്തിലെ 4 പേര് മരിച്ചത് ഭക്ഷ്യവിഷബാധ മൂലമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ചെന്നൈയിൽ തുടരണമെന്ന് MLA-മാരോട് സ്റ്റാലിൻ. ചില തീരുമാനങ്ങൾ വരും. കോൺഗ്രസ് വഞ്ചിച്ചു. മുഖ്യമന്ത്രി ആര് തെരുവിലിറങ്ങി അണികൾ. നിലപാട് തേടി ഹൈക്കമാൻഡ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മുഖ്യമന്ത്രി ആര് തെരുവിലിറങ്ങി അണികൾ. നിലപാട് തേടി ഹൈക്കമാൻഡ്. KPCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരും പങ്കെടുത്തു. AICC നിയോഗിച്ച പ്രത്യേക നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരും കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും യോഗത്തിൽ സംബന്ധിച്ചു. പുതിയ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കാണ് ഈ യോഗത്തോടെ തുടക്കമായത്. പാർലമെൻ്ററി പാർട്ടി നേതാവിനെ നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം AICC പ്രസിഡന്റിന് നൽകിക്കൊണ്ടുള്ള പ്രമേയം യോഗം ഏകകണ്ഠമായി പാസാക്കിയതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. KPCC പ്രസിഡന്റാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രമേയത്തെ പിന്താങ്ങുകയും ഏകകണ്ഠന അത് പാസാക്കുകയും ചെയ്തു. ഈ പ്രമേയം ഇതിനോടകം തന്നെ AICക്ക് ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ട്. ചെന്നൈയിൽ തുടരണമെന്ന് MLA-മാരോട് സ്റ്റാലിൻ. ചില തീരുമാനങ്ങൾ വരും. കോൺഗ്രസ് വഞ്ചിച്ചു. TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് നിലപാടിനെതിരെ DMK നിയമസഭാ കക്ഷി യോഗം പ്രമേയം പാസാക്കി. കോൺഗ്രസ് പിറകിൽ നിന്ന് കൊത്തിയെന്നും വഞ്ചിച്ചെന്നും പറഞ്ഞ DMK മറ്റു സംസ്ഥാനങ്ങളിൽ BJP ചെയ്യുന്നത് പോലെയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് തങ്ങളോട് ചെയ്തതെന്നും പ്രമേയത്തിൽ കുറിച്ചു. 10-ാം തീയതി വരെ MLA-മാരോട് ചെന്നൈയിൽ തന്നെ തുടരാൻ പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിൻ നിർദ്ദേശിച്ചു. പ്രതിപക്ഷത്തിരുന്ന മാതൃകാപരമായി പ്രവർത്തിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് സ്റ്റാലിൻ യോഗത്തിൽ പറഞ്ഞു. എന്നാൽ പാർട്ടിയുടെ ക്ഷേമം പരിഗണിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായുണ്ടെന്നും മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഏത് തീരുമാനമെടുത്താലും കൂടെ നിൽക്കണമെന്നും സ്റ്റാലിൻ MLA-മാരോട് ആവശ്യപ്പെട്ടതായി DMK വൃത്തങ്ങൾ അറിയിച്ചു. അവർ പഴയ ശീലങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെതിരെയുള്ള DMKയുടെ പ്രമേയം തുടങ്ങുന്നത്. ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു രാജ്യസഭാ സീറ്റും 28 നിയമസഭാ മണ്ഡലങ്ങളും നേടി. 5 സീറ്റിലെ വിജയത്തിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ എതിർചേരിയിലേക്ക് മാറി. സഖ്യകക്ഷി പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനം ഇതോടെ പാഴായി. പുതുച്ചേരിയിൽ DMK കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നിട്ടും DMKക്ക് അനുവദിച്ച മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചുവെന്നും ഇത് ക്രൂരമായ പ്രവൃത്തിയായിരുന്നുവെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ പോലും കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഇത് തെളിയിച്ചിട്ടുണ്ടെന്നും DMK പറയുന്നു. നിയമസഭയിൽ കോൺഗ്രസ് വിജയിച്ച ശേഷം DMK നേതൃത്വത്തോട് നന്ദി പറയുന്നതിന് പകരം അവർ ഞങ്ങളുടെ പിറകിൽ നിന്ന് കൊത്തി വലിയ വഞ്ചന ചെയ്തു. BJP പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് പോലെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ നമ്മളോട് ചെയ്തു. DMK യോഗത്തിൽ പാസാക്കിയ പ്രമേയത്തിൽ പറഞ്ഞു. സഖ്യത്തിന് വോട്ട് ചെയ്ത് ജനങ്ങളോട് DMK നന്ദി അറിയിച്ചു. ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കാൻ സാഹചര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിലും TVKക്ക് 17.43 ലക്ഷം വോട്ടുകൾ മാത്രമാണ് അധികമായി ലഭിച്ചതെന്നും DMK ചൂണ്ടിക്കാട്ടി. വോട്ട് ശതമാനത്തിലെ വ്യത്യാസം വെറും 3.52% മാത്രമാണെന്നും DMK അറിയിച്ചു. സ്റ്റാലിനെ നന്ദി അറിയിച്ചുകൊണ്ട് DMK പ്രമേയം പാസാക്കി. ടീം കോപ്പറേറ്റീവിൻ്റെ സഹകരണ സെമിനാർ നാളെ. ടീം കോപ്പറേറ്റീവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ സെമിനാർ പിള്ളേഴ്സ് ആർ സ്പീക്കിംഗ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള ദിനേശ് ചെയർമാനും സഹകരണ സംഘം മുൻ ജോയിൻറ്റ് രജിസ്ട്രാറുമായ ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സഹാരിയും ACIC മുൻ ഡയറക്ടറുമായ VP പിള്ള സെമിനാർ നയിക്കും. ടീം കോപ്പറേറ്റീവ് പ്രൊജക്ട് ഡയറക്ടർ മധു ചെമ്പേരി അധ്യക്ഷനാകും. ടെക് എഞ്ചിൻ എനർജി ഡയറക്ടർ ശ്രീശാന്ത് കണ്ണേരി,
ചോറോഡ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ദിനേശൻ എന്നിവർ സഹകരണ മേഖലയിൽ EV ചാർജിംഗ് സ്റ്റേഷൻ്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 96 90 84 26 95 44 63 84 26. ദുരന്ത നിവാരണം ജില്ലാതല പദ്ധതി പുതുക്കും. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപം നൽകിയ പദ്ധതി പുതുക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനം. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. കാലവർഷത്തിന് മുന്നോടിയായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാർക്ക് ദുരന്ത നിവാരണ പരിശീലന ക്ലാസുകൾ നൽകും. മൺസൂൺ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും വിവിധ അനധികൃത സന്നദ്ധ സംഘടനകളെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി ഉൾപ്പെടുത്താനും തീരുമാനമായി. ജില്ലയിൽ വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. ദുരന്ത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ADM കലാഭാസ്കർ, DM ഡെപ്യൂട്ടി കളക്ടർ KK സുബൈർ, RDO S വന്ദന, DD ഷൈനി, വിവിധ വകുപ്പ് പ്രതികൾ എന്നിവർ പങ്കെടുത്തു. ഹസാർഡ് അനലിസ്റ്റ് S ഐശ്വര്യ അവതരണം നടത്തി. ഹോർമൂസ് തുറന്നേ പറ്റൂ, സ്വന്തം ജനതയ്ക്ക് മുന്നിൽ നാണം കെട്ട് ട്രംപ്. തന്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇറാനുമായി സമാധാന ചർച്ച നടത്തി ഹോർമൂസ് തുറക്കുന്നതിനായി US ശ്രമം തുടരുന്നതെന്ന് വിദഗ്ധർ. യുദ്ധത്തിന്റെ ഭാഗമായുള്ള സംഭവ വികാസങ്ങൾ അമേരിക്കയിലാകെ ട്രംപിനെതിരെ വലിയ പ്രക്ഷോഭത്തിന് കൂടിയാണ് ഇടയാക്കിയിരിക്കുന്നത്. ഈ നാണക്കേടിൽ നിന്നും ഒഴിവായി ജനതയുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമമാണ് ഹോർമൂസിൽ US നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സ്വന്തം നിലപാടിന് വിരുദ്ധമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഇറാനും US തമ്മിൽ അടുത്ത കാലത്തൊന്നും ശാശ്വതമായ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകില്ലെന്ന് തെഹ്റാൻ കേന്ദ്രമാക്കി പഠനം നടത്തുന്ന സെന്റർ ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ അലി അക്ബർ നരേനി പറഞ്ഞു. ചൈനയിലേക്ക് പോകുന്നതിന് മുന്നേ വലിയ മുന്നേറ്റം പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഉണ്ടാകണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഹോർമൂസിൽ ഒരു നീക്കവും അദ്ദേഹത്തിന് നടപ്പാക്കാനായില്ല. ദരേനി കൂട്ടിച്ചേർത്തു. ഇസ്രയേലിലെ US ലോബിയും ഇറാനെതിരെ യുദ്ധം നടത്തിയാൽ ഇറാൻ തിരിച്ചടിക്കുമെന്നാൽ പെട്ടെന്ന് കീഴടങ്ങുകയും ചെയ്യുമെന്ന് ട്രംപിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. അതേസമയം ഇതുവരെ കീഴടങ്ങാത്തതും നൂറ്റാണ്ടുകളെ കീഴടങ്ങാത്തവരുമാണ് ഇറാനെതിരെയായിരുന്നു സത്യം, ദരേനി പറഞ്ഞു. ബിന്ദു കൃഷ്ണയെ ആലിംഗനം ചെയ്യാൻ ശ്രമം, ചെറിയാൻ ഫിലിപ്പിനെതിരെ പരാതി. കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി. കേരള കോൺഗ്രസ് നേതാവ് AH ഹഫീസാണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച ചെറിയാൻ ഫിലിപ്പിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നടന്ന ഇന്ദിരാ ഭവനിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. യോഗത്തിനെത്തിയ നിയുക്ത MLA-മാരെ സ്വീകരിക്കുന്നതിനിടെ ചെറിയാൻ ഫിലിപ്പ് ബിന്ദു കൃഷ്ണയെ ബലമായി ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ബിന്ദു കൃഷ്ണ ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ആലിംഗനത്തിന് മുതിർന്നത് KPCC ആസ്ഥാനത്ത് അല്പനേരം പരിഭ്രാന്തി വരുത്തി. ഒടുവിൽ നേതാവിനെ തള്ളിമാറ്റിയ ബിന്ദു കൃഷ്ണ ഹസ്തദാനം നൽകി തടയുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചെറിയാൻ ഫിലിപ്പിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കുകൾക്കിടയിൽ വനിതാ നേതാക്കൾ പോലും സുരക്ഷിതരല്ലെന്ന ആക്ഷേപം ഇതോടെ ശക്തമായി. സ്ത്രീവിരുദ്ധ നിലപാടുകൾ ആവർത്തിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തനിനിറമാണ് ഇന്ദിരാ ഭവനിൽ പുറത്തായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടന്റെ ഫ്ലക്സ് കത്തിച്ച് യൂത്ത് ലീഗ്. എറണാകുളം മൂവാറ്റുപുഴ പുനമറ്റത്ത് മാത്യു കുഴൽനാടൻ MLA-യുടെ ഫ്ലക്സ് കത്തിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധം. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ടെന്ന കുഴൽനാടന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നത്. കുഴൽനാടന്റെ പ്രസ്താവന വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതിനു പിന്നാലെയാണ് യൂത്ത് ലീഗുകാർ പ്രകടനവുമായി എത്തി ഫ്ലക്സ് കത്തിച്ചത്. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ കോൺഗ്രസ് ഇടപെടാറില്ല, അതുകൊണ്ട്
അതുപോലെ തന്നെയായിരിക്കണം തിരിച്ചും എന്നായിരുന്നു കൊളനാടന്റെ പ്രസ്താവനയിൽ. വിഷയത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് ലീഗ് തീരുമാനം. ആടിന്റെ തലയേറെടുത്ത് ആഹ്ലാദ പ്രകടനം, 2 മുസ്ലിം ലീഗുകാർ അറസ്റ്റിൽ. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ ആടിന്റെ തലയേറുത്ത് പ്രദർശിപ്പിച്ച 2 മുസ്ലിം ലീഗ് പ്രവർത്തകരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് ലീഗ് പെരിന്തല്ലൂർ വാർഡ് സെക്രട്ടറിയും തൃപ്പങ്ങോട് പഞ്ചായത്ത് ഭാരവാഹിയുമായ കുരിക്കൽ പടി മച്ചിങ്ങൽ റാഫി, ലീഗ് പ്രവർത്തകൻ പെരിന്തൽ വാൽപ്പറമ്പിൽ ഷുഹൈബ് എന്നിവരെയാണ് തിരൂർ SHO അനിൽകുമാർ ടി മേപ്പള്ളി അറസ്റ്റ് ചെയ്തത്. ആടിന്റെ തലയറുത്ത് പരസ്യമായി പ്രദർശിപ്പിച്ചതിന്, മൃഗങ്ങളോടുള്ള ക്രൂരതാ നിയമത്തിലും ഇവ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് IT ആക്ട് പ്രകാരമാണ് കേസ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിലാണ് UDF ആഹ്ലാദ പ്രകടനത്തിനിടെ ലീഗ് പ്രവർത്തകർ മൃഗത്തോട് ക്രൂരത കാട്ടിയത്. തവനൂർ മണ്ഡലത്തിൽപ്പെട്ട തൃപ്പങ്ങോട്ട് പെരുന്നല്ലൂർ അങ്ങാടിയിലാണ് സംഭവം. LDF സ്ഥാനാർത്ഥി KT ജലീലിനെ അപമാനിക്കാൻ പരസ്യമായി ആടിന്റെ തലയറുത്ത് ചോരയേറ്റിച്ച നിലയിൽ ലീഗിന്റെ കൊടി കെട്ടിയ കമ്പിൽ തൂക്കി പ്രദർശിപ്പിക്കുകയായിരുന്നു. ഇത് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ലീഗിന്റെ ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ആടിന്റെ തലയറുത്ത് പ്രദർശിപ്പിച്ച ലീഗ് നടപടി പ്രാകൃതം. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ പേരിൽ ആടിന്റെ തലയറുത്ത് പ്രദർശിപ്പിച്ച മുസ്ലിം ലീഗ് നടപടി പ്രാകൃതമെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. തവനൂർ മണ്ഡലത്തിലെ തൃപ്പങ്ങോട് പഞ്ചായത്തിലെ UDF വിജയാഹ്ലാദത്തിലാണ് ക്രൂരത അരങ്ങേറിയത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ലീഗിന്റെ തനിനിറമാണ് ഇതിലൂടെ പുറത്തായത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിലെ നടപടിക്രമമാണ്. അതിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആടിനെ അറുത്ത് രക്തമൂറ്റ് വീഴുന്ന അതിന്റെ തലവടിയിൽ കെട്ടിത്തൂക്കി വിജയം ആഘോഷിക്കുന്നത് പ്രാകൃതത്വമാണ്. പുരോഗമന സമൂഹത്തിൽ അശ്ലീല കാഴ്ചയാണിത്. ജില്ലയിൽ പല തെരഞ്ഞെടുപ്പുകളിലും ലീഗിന്റെ സമുന്നത നേതാക്കൾ തോറ്റിട്ടുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ലീഗിന്റെ സമുന്നത നേതാക്കളും മന്ത്രിമാരും കൂട്ടത്തോടെ തോറ്റു. അതിനോട് സമചിത്തതയോടെയാണ് ഇടതുപക്ഷം പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ജില്ലയിൽ ഇടതുപക്ഷമാകെ ഇല്ലാതായി എന്ന ധാരണ ലീഗിന് വേണ്ട. ലീഗ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ പ്രതിലോമ രാഷ്ട്രീയത്തോട് പൊരുതി മുന്നേറിയാണ് ഇടതുപക്ഷം ജയിലിൽ വളർന്നത്. അത് കേവല തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ജനങ്ങളെ അണിനിരത്തി ലീഗിന്റെ ജനാധിപത്യ ദംശനങ്ങൾക്കെതിരെ പാർട്ടി ശക്തമായി മുന്നോട്ട് വരുമെന്നും സെക്രട്ടറി പ്രസ്താവനയിൽ അറിയിച്ചു. അഭിപ്രായങ്ങളും ആശങ്കകളും ഗൗരവത്തോടെ പരിശോധിക്കും, ശക്തമായി തിരിച്ചുവരും പിണറായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ ശക്തമായി ഇടതുപക്ഷം തിരിച്ചുവരുമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനും പ്രതിജ്ഞാബദ്ധരാണെന്നും പിണറായി പ്രസ്താവനയിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർപ്പ് പ്രചരണങ്ങൾക്കും അക്രമങ്ങൾക്കും ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. 3-ാം വട്ട തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചുനിന്നുവെന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്ന് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്ന് ഉണ്ടാകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കുവാനും എല്ലാ സഖാക്കളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയർന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധിയ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കും. തെറ്റായ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ളവരൊക്കെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഗൗരവമായ ശ്രമം ഉണ്ടാകും. ജനങ്ങൾ നൽകിയ വിധിയെ മാനിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും. നുണക്കഥകളും കോർപ്പറേറ്റ് PR ബുദ്ധിശാലികളിൽ ഉരുത്തിരിഞ്ഞ വ്യാജ പ്രചരണങ്ങളും പിന്നോട്ടെടുപ്പിക്കില്ല. LDFന്റെ നിലപാടുകളിലും ഇടപെടലുകളും വന്ന വീഴ്ചകൾ ജനാധിപത്യപരമായി തന്നെ പരിശോധിക്കും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തും.
ജനങ്ങളോടുള്ള ബന്ധം കൂടുതൽ ശക്തമായി, കൂടുതൽ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും LDF മുന്നോട്ട് പോകും. കേരളത്തിന്റെ ഭാവിക്കായി, ജനങ്ങളുടെ ക്ഷേമത്തിനായി, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി പോരാട്ടം തുടരും. LDFനൊപ്പം നിന്ന എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിക്കുന്നു. കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ ശക്തമായി തിരിച്ചു വരും എന്ന് ഉറപ്പു നൽകുന്നുവെന്നും പിണറായി പറഞ്ഞു. നവകേരള നിർമ്മാണത്തിന് LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന, സമ്പദ് വ്യവസ്ഥ, യുവജന, തൊഴിൽ, സാമൂഹ്യനീതി, പൊതുആരോഗ്യം, വിദ്യാഭ്യാസവും ഇവയെല്ലാം ഇനി മുന്നോട്ട് പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവർ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ നിയമ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDFന്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണ്. ഒരു വർഗീയതയുടെയും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും പിണറായി വ്യക്തമാക്കി. കൂടാളി ചക്കരക്കല്ല് റോഡിൽ പാല നിർമ്മാണ ഗതാഗതം തിരിച്ചുവിടും. കൂടാളി ചക്കരക്കൽ റോഡിൽ കരുത്തിവയൽ പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത ആഴ്ച മുതൽ ഗതാഗതം തിരിച്ചുവിടും. ഈ റൂട്ടിൽ കൂടാളി പഞ്ചായത്തിന്റെ ഭാഗം വരുന്ന 1 കിലോമീറ്റർ ദൂരം റോഡ് റീടാറിംഗും നടത്തും. KK ശൈലജ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം പുനർനിർമ്മിക്കുന്നത്. ഈ ഭാഗത്തെ ടാറിംഗ് കൂടി പൂർത്തിയായാൽ കൂടാളിയിൽ നിന്നും ചക്കരക്കല്ല് ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം സുഗമമാക്കും. മുണ്ടേരി പഞ്ചായത്തിന്റെ ഭാഗമായുള്ള 2.5 കിലോമീറ്റർ ദൂരം നേരത്തെ മെക്കാഡാം ടാറിംഗ് നടത്തിയിരുന്നു. രാമചന്ദ്ര കടന്നപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് റോഡ് മെക്കാഡം പൂർത്തിയാക്കിയത്. പാല നിർമ്മാണത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത പ്രദേശവാസികളുടെ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ദിബിൻ അധ്യക്ഷനായി. മെമ്പർമാരായ KP റഹ്മത്ത്, CK സജിന തുടങ്ങിയവർ സംസാരിച്ചു. കൂടാളി പഞ്ചായത്തിൽ നിന്നും ചക്കരക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ കൂടാളി പോസ്റ്റ് ഓഫീസ്, അംഗനവാടി, കണ്ണംകുന്ന് റോഡിലൂടെ കടന്നു പോകണം. ചക്കരക്കല്ല് ഭാഗത്ത് നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ കണ്ണംകുന്ന് ഭാഗത്ത് നിന്നും അംഗനവാടി റോഡിലൂടെ കൂടാളിയിലേക്ക് കടക്കാം. വലിയ വാഹനങ്ങൾ കൂടാളിയിൽ നിന്നും കാഞ്ഞിരോട് ചൂള വഴിയോ കൂടാളി ആശുപത്രി ഭാഗത്ത് നിന്നും മുഴപ്പാല റോഡ് വഴിയോ ചക്കരക്കല്ലിലേക്ക് കടന്നു പോകാം. 11-ന് കുടിവെള്ള വിതരണം മുടങ്ങും. കണ്ണൂർ കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെളിയമ്പ്ര പമ്പ് ഹൗസിൽ നിന്നും ചാമശ്ശേരി പറമ്പ ശുദ്ധീകരണ ശാലയിലേക്ക് വരുന്ന പമ്പിംഗ് മെയിനിൽ അടിയന്തര അറ്റകുറ്റ പ്രവൃത്തി നടക്കുന്നതിനാൽ മെയ് 11 തിങ്കളാഴ്ച കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും അടക്കാട്, അളയാവൂർ, പള്ളിക്കുന്ന്, പുഴാന്തി സോണലുകളിലും അഴീക്കോട്, ചിറക്കൽ, വളവട്ടണം പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തണ്ണിമത്തനല്ല, അതിലുണ്ടായിരുന്ന എലിവിഷം. കുടുംബത്തിലെ 4 പേർ മരിച്ചത് ഭക്ഷ്യ വിഷബാധ മൂലമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. മുംബൈയിൽ ഒരേ കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. ഇത് തണ്ണിമത്തൻ കഴിച്ചത് മൂലമുണ്ടായ ഭക്ഷ്യ വിഷബാധ അല്ലെന്നും മാരകമായ എലിവിഷം ശരീരത്തിനുള്ളിൽ ചെന്നതാണെന്നും ഫോറൻസിക് പരിശോധനയിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ ആന്തര അവയവങ്ങളിലും അവ കഴിച്ച തണ്ണിമത്തൻ്റെ അവശിഷ്ടങ്ങളിലും എലിവിഷത്തിന് ഉപയോഗിക്കുന്ന സിങ്ക് ഫോസ്ഫൈഡ് എന്ന മാരകമായ രാസവസ്തുവിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. മൊബൈൽ ഷോപ്പ് ഉടമയായ അബ്ദുള്ള ഡൊക്കാഡിയ 45, ഭാര്യ നസ്രീൻ 35, മക്കളായ സൈനം 13, ആയിഷ 16 എന്നിവരാണ് മരണപ്പെട്ടത്. രാത്രി ബന്ധുക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം പുലർച്ചെ 1 മണിയോടെ ഇവർ തണ്ണിമത്തൻ കഴിച്ചിരുന്നു. തുടർന്ന് 5 മണിയോടെ കടുത്ത ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയും മണിക്കൂറുകൾക്കുള്ളിൽ 4 പേരും മരിക്കുകയുമായിരുന്നു. മരിച്ചവരുടെ തലച്ചോറ്, ഹൃദയം, കുടൽ എന്നിവയുൾപ്പെടെയുള്ള ആന്തര അവയവങ്ങൾ പച്ച നിറത്തിലായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത് മാരകമായ വിഷാംശം ഉള്ളിൽ ചെന്നതിൻ്റെ സൂചനയാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു.
പുതിയ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അബ്ദുള്ള ഡൊക്കാഡിയയുടെ ശരീരത്തിൽ ശക്തമായ വേദന സംഹാരിയായ മോർഫിൻ്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. നിയന്ത്രിത സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന മോർഫിൻ എങ്ങനെ ശരീരത്തിലെത്തി എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. തണ്ണിമത്തനിൽ എലിവിഷം എങ്ങനെ കലർന്നു എന്നതിലാണ് പോലീസിൻ്റെ ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ ആരെങ്കിലും ബോധപൂർവം പഴത്തിനുള്ളിൽ വിഷം കുത്തിവെച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കുടുംബത്തോടൊപ്പം അന്ന് പുലാവ് കഴിച്ച ബന്ധുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ തണ്ണിമത്തൻ കേന്ദ്രീകരിച്ചത് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തണ്ണിമത്തൻ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പ്രചരണം തെറ്റാണെന്നും വിഷാംശം പഴത്തിൽ കലർന്നതാണ് അപകടത്തിന് കാരണമെന്നും വ്യക്തമായതോടെ മേഖലയിലെ പഴ വ്യാപാരികളുടെ ആശങ്കയും ഒഴിഞ്ഞിട്ടുണ്ട്. എലിവിഷത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ കൊലപാതക സാധ്യതയുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. മമത രാജി സമർപ്പിച്ചില്ല. ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിന് പിന്നാലെ രാജിവെക്കാൻ വിസമ്മതിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നടപടിക്കെതിരെ ഗവർണറുടെ ഇടപെടൽ. മമത രാജിക്ക് ഒരുങ്ങാതിന് പിന്നാലെ ബംഗാൾ ഗവർണർ RN രവി മന്ത്രിസഭ പിരിച്ചുവിട്ടു. എന്നിൽ നിക്ഷിപ്തമായ അധികാരപ്രകാരം ഭരണഘടനാ വകുപ്പ് 174 പ്രകാരം 2 ഉപവകുപ്പ് പ്രകാരം 2026 ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നതായി ഗവർണർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും നടത്തിയ മമത അവസാന ആയുധം എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്ന് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഗവർണർ അധികാരം ഉപയോഗിച്ചത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.